ദീമുക്ക് എന്നെ കാണുമെന്ന് പറഞ്ഞ് ബഹളം വെക്കാം. എനിക്ക് പോണം. ഈ രാത്രിയിലോ? ഏതായാലും എനിക്ക് ദീമോളെ കണ്ടേ പറ്റൂ. ഞാൻ പോന്നു. വന്ദന, അല്ല ഈ രാത്രി നീ ഒറ്റയ്ക്ക് എങ്ങനെ പോകും? ഞാൻ കൂടെ വരാം. എനിക്ക് ആരുടെ സഹായമൊന്നും വേണ്ട. അല്ല വന്ദന, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. വന്ദന, 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 ഞാൻ പറയട്ടെ. വന്ദന നിക്ക്, ഞാൻ കാർ എടുത്തിട്ട് വരാം. മോളെ കിടന്നുറങ്ങ. വന്ദനാമ്മയോട് സംസാരിച്ചില്ലേ? നാളെ രാവിലെ അച്ഛനും അച്ഛമ്മയും കൂടി മോളുടെ വന്ദനാമ്മയെ കൊണ്ട് കാണിക്കാം. ഇപ്പൊ ഉറങ്ങ. വേണ്ട, എന്റെ വന്ദനാമ്മ എന്നെ ഇപ്പൊ കാണാൻ വരും. എന്തും പറഞ്ഞല്ലോ വന്ദനമ്മ വരൂന്ന്. മോളെ, വന്ദനമ്മ മോളോടുള്ള ഇഷ്ടം കൊണ്ട് പറഞ്ഞതാ. മോൾ ഇപ്പൊ കിടന്നുറങ്ങ്. മോൾ ഉറങ്ങി ഉണരുമ്പോഴത്തേക്കും മോളുടെ വന്ദനമ്മ ഇവിടെ എത്തിയിരിക്കും. മോൾക്ക് അച്ഛമ്മ ഒരു പാട്ട് പാടിത്തരാം. പോ, എനിക്ക് പാട്ടൊന്നും കേക്കണ്ട. എനിക്ക് വന്ദനമ്മയെ കണ്ടാ മതി. ദീ മോളെ, പെൺകുട്ടികൾക്ക് ഇത്ര വാശി പാടില്ല. മോളിങ്ങനെയൊക്കെ വാശി പിടിച്ചാലേ ആളുകളൊക്കെ പറയും ദേമോള് ചീത്ത കുട്ടിയാണെന്ന്. എനിക്ക് എന്റെ വന്ദനമ്മയെ കാണണം. ഈശ്വര, ആളുകളൊക്കെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എനിക്കിപ്പോ വന്ദനമ്മയെ കാണണം. ഇപ്പൊ ഞാനും എന്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച പോലെയായി. അങ്ങനെ പറയാതെ ദീമോളെ നമുക്കൊപ്പം നിർത്താം. ഞാൻ അനുഭവിക്കുന്നത് പോരാഞ്ഞിട്ട് എന്റെ മോളും കൂടി അനുഭവിക്കണോ? അന്ന് തന്നെ ദീമോളെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നപ്പോ നിങ്ങളുടെ അച്ഛൻ ദീമോളെ കണ്ടപ്പോ കാണിച്ച പ്രകടനം ഒന്നും മറക്കാനാവില്ല. ഈശ്വര, എല്ലാ ഇടുത്തിയും കൂടി എന്റെ തലയിലാണല്ലോ വന്ന് വീഴുന്നത്. ഒന്ന് വേഗം പോ. ദൈവങ്ങൾക്ക് വേണ്ടിട്ടാ ഞാൻ ഈ നരക ജീവിതം ജീവിക്കുന്നത് തന്നെ. അല്ലെങ്കിൽ എല്ലാം എന്നെ അവസാനിപ്പിച്ചേനെ. മോളെ മോളെ ഇങ്ങനെ ഏങ്ങലടിച്ച് കരയല്ലേ, പനി വരും.
അറിയാലോ, അന്ന് പനി വന്ന് ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷൻ ഒക്കെ വെച്ചത്. അവരെത്തിയെന്നാ തോന്നുന്നത്. ദേ വന്ദനാമ്മ. മോളെ, മോളെ. വന്ദനമ്മേ, വന്ദനമ്മ എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കിയത്? ഞാൻ വന്ദനമ്മ സ്വപ്നം കണ്ടു. ദിയമ്മൾക്ക് വന്ദനമ്മയില്ലാതെ പറ്റില്ല. വന്ദനമ്മേ, എന്നെ ഒറ്റയ്ക്കാക്കി പോവല്ലേ വന്ദനമ്മേ. ദിയമോളെന്തോ ദുസ്വപ്നം കണ്ടതാ. പാവം കുഞ്ഞ് പേടിച്ചു പോയി. ജഗിന് ബുദ്ധിമുട്ടായി അല്ലേ? ഏയ്, എന്ത് ബുദ്ധിമുട്ട്? അവൾ കൊച്ചുകുട്ടിയല്ലേ. അമ്മയ്ക്കെപ്പോഴും എന്നോടുള്ള പിണക്കം മാറിയില്ല അല്ലേ? വന്ദനെ കണ്ടപ്പോ കുഞ്ഞിന് ജീവൻ വീണു. ആ ദീമോളെ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി ചുറ്റിക്കറങ്ങിട്ട് വന്നാലോ? മോൾക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ അങ്കിൾ വാങ്ങിത്തരാം. ആ വന്ദനമ്മേ വാ, നമുക്ക് ജഗനങ്ങളിന്റെ കൂടെ പുറത്തുനിന്ന് ചുറ്റിയിട്ട് വരാം. വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. പ്ലീസ് വന്ദനമ്മേ, ദിയമ്മൾക്ക് പോണം. ദീമോളെ, ആവശ്യമില്ലാതെ നീ കിടന്ന് വാശി പിടിക്കരുത്. പോകാം വന്ദനമ്മേ, പ്ലീസ്. എന്റെ പൊന്നു വന്ദനമ്മേലെ, പ്ലീസ്. വന്ദനെ, മോളുടെ ആഗ്രഹമല്ലേ? ഇത്രയും നേരം നിന്നെ കാണാൻ വേണ്ടി കരഞ്ഞ് ക്ഷീണിച്ചതല്ലേ? പുറത്തൊക്കെ ഒന്ന് പോയി ചുറ്റിക്കറങ്ങുമ്പോ അവൾക്ക് സന്തോഷമാവും. ഈ രാത്രി അതിന്റെയൊക്കെ കാര്യമുണ്ടോ? അവര് പോയിട്ട് വരട്ടെ അമ്മേ. വാ വന്ദനമ്മേ, പ്ലീസ്. വന്ദനെ, ദീമോളുടെ ആഗ്രഹമല്ലേ? പോയിട്ട് വാ മോളെ. അവക്ക് വലിയ സന്തോഷമാവും. ചെല്ല്. വന്ദനമ്മ വാ. പ്ലീസ്. വാ വന്ദനമ്മേ, പ്ലീസ്.
വന്ദനെ അതെന്താ അവിടെ മുന്നിൽ കയറ് വാ. നമുക്ക് കേറാം. ഉമ്മ. കേറ്. അങ്കിളെ, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നേ? ദിയമോള് പറ. ദിയമോക്ക് എവിടെ പോണോ നമുക്ക് അവിടേക്ക് പോവാം. നമ്മൾക്ക് ബീച്ചിൽ പോണം. ആ, അതൊന്നും ശരിയാവില്ല. രാത്രി തണുപ്പുകൊണ്ട് പനി പിടിക്കും. നമ്മൾക്ക് ബീച്ചിൽ പോണം വന്ദനമ്മേ. ദേ, അപ്പൊ അങ്കിൾ ഒരു കോംപ്രമൈസിലെത്താം. ദിയമോളുടെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് ബീച്ചിലേക്ക് പോവാം. തണുപ്പ് കൊണ്ടാലല്ലേ ഉള്ളൂ പ്രശ്നം. ദേ, തണുപ്പ് കുറവുള്ള ഒരു സ്ഥലം അങ്കിളിനറിയാം. നമുക്ക് അവിടെ പോയിരിക്കാം. എന്തു പറയുന്നു? അപ്പൊ ബീച്ചിലും പോകാം, പനിയും വരില്ല. അങ്കിള് പറഞ്ഞത് സത്യമാണോ? ബീച്ചില് തണുപ്പ് കുറഞ്ഞ സ്ഥലം ഉണ്ടോ അങ്കിളെ? ആ, ഉണ്ട് മോളെ. അതെ, ഒരു വലിയ കഥയാ. കഥയോ? എന്ത് കഥയാ അങ്കിളെ? അത് അങ്കിള് പറഞ്ഞുതരാം. പറ പറ കേക്കട്ടെ. കഥയൊന്നും വേണ്ട. ചുമ്മാ ഇരി വന്ദനമ്മേ. ജയൻ അങ്കിള് പറ. ഒരു ദിവസം സാക്ഷാൽ ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും കടപ്പുറത്തിരിക്കുകയായിരുന്നു. പാർവതി പ്രസവിച്ചതല്ലെങ്കിലും അയ്യപ്പനോട് പാർവതിക്ക് ഇഷ്ടം കൂടുതലായിരുന്നു. അങ്ങനെ അയ്യപ്പന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോ ഒരു തണുത്ത കാറ്റടിച്ചു. ഭസ്മധാരിയായ ശിവന് അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ലല്ലോ. പക്ഷേ പാർവതി ദേവി ആ തണുത്ത കാറ്റേറ്റ് കിടുങ്ങി വരയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് തന്റെ ജീവന്റെ പാതിയായി ഭാര്യ വിഷമിക്കുന്നത് ആർക്കെങ്കിലും സഹിക്കോ? അല്ലേ വന്ദനെ? ആ, ഭഗവാന് പാർവതി ദേവി വിഷമിക്കുന്നത് സഹിക്കില്ല, എന്നെ പോലെ. ആഞ്ഞു വീശിയ വായുദേവനെ ഭഗവാൻ തടഞ്ഞു. ഇനി എൻ്റെ ഭാര്യ ഇരിക്കുന്ന ഭാഗത്തേക്ക് വീശി അടിച്ചാൽ എൻ്റെ മൂന്നാം കണ്ണ് തുറന്ന് നിന്നെ ഞാൻ ഭസ്മമാക്കി കളയുമെന്ന് ശ്രീ പരമേശ്വരൻ മുന്നറിയിപ്പ് കൊടുത്തു. എന്നിട്ട് ഉഗ്രരൂപിയായ പരമേശ്വരനെ പേടിച്ച് ആ ഭാഗത്തേക്ക് തണുത്ത കാറ്റ് വീശിയിട്ടേയില്ല. അങ്ങനെ നമ്മൾ പോകുന്ന ബീച്ചിന്റെ ചെറിയൊരു ഭാഗം മാത്രം കാറ്റില്ലാ തീരം എന്ന പേരിൽ അറിയാൻ തുടങ്ങി. കാട്ടില്ല തീരമോ? ഈ കഥ കൊള്ളാലോ അങ്ങളെ. ഈ കഥ എനിക്ക് മുത്തശ്ശി പറഞ്ഞു തന്നിട്ടില്ലല്ലോ. മുത്തശ്ശി കഥകൾ ഉണ്ടാക്കി പറയുന്ന ആളല്ലല്ലോ മോളെ. അപ്പൊ ഇത് പുഴുക്കഥയാ? പുഴുക്കഥയാണെങ്കിലും ജഗനങ്ങളുടെ കഥ സൂപ്പറാ.
ഇറങ്ങിയിട്ട് ഒരു കോഫി ഇങ്ങനെ പറയട്ടെ. ഞാൻ വന്നത് കോഫി കുടിക്കാനൊന്നുമല്ല, മോളുടെ സന്തോഷത്തിന് വേണ്ടിയാ. അതെനിക്കറിയാം, എങ്കിലും ഒരു കമ്പനിക്ക്. ജഗൻ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിർബന്ധിക്കരുത്, നടക്കില്ല. വന്ദനമ്മയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട അങ്കിള്. എനിക്കൊരു ഐസ്ക്രീം വേണം. വേണ്ട, ഐസ്ക്രീം ഒന്നും വേണ്ട, അതും ഈ രാത്രിയില്. പ്ലീസ് വന്ദനമ്മേ, ദിയമോൾക്ക് ഐസ്ക്രീം വേണം. ദേ മോളെ, വെറുതെ വാശി പിടിക്കരുത്. ഈ തണുപ്പത്ത് അതൊന്നും ശരിയാവില്ല. വേണമെങ്കിൽ തണുപ്പില്ലാത്ത ജ്യൂസ് ഒരെണ്ണം വാങ്ങിച്ചു തരാം. എനിക്ക് ഐസ്ക്രീം തന്നെ വേണം. സാരമില്ല, അങ്കിൾ വാങ്ങിത്തരാം. ഒരു ഐസ്ക്രീം കഴിച്ചുകൊണ്ട് ഒന്നും വരാൻ പോകുന്നില്ല. എക്സ്ക്യൂസ് മീ. എന്താ സർ? 3 ഐസ്ക്രീം. ഓക്കെ സർ. ശരി. സർ, ശരി സർ. ശരി. മോളെ, ഒന്ന് വന്ദനമ്മയ്ക്ക് കൊടുക്ക്. വേണ്ട. കഴിക്കു വന്ദനമ്മേ, പ്ലീസ്. ദിയമോളല്ലേ തരുന്നത്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ മോളെ? വേണ്ടെങ്കി വേണ്ട. വന്ദനമ്മയുടെ ഐസ്ക്രീമേ ഞാൻ കഴിച്ചോളാം. അത് ബുദ്ധി. താങ്ക് യു അങ്കിൾ. ആ. അടിപൊളി. ദേ ദിയമോളെ, ആ കാണുന്നതാ ഞാൻ പറഞ്ഞ കാറ്റില്ല തീരം. നമുക്ക് അങ്ങോട്ട് പോവാ അങ്കിളെ. ഒന്നാമത് രാത്രിയായി, ഇനി അങ്ങോട്ടൊന്നും പോവണ്ട, ഇവിടെ എങ്ങാനും ഇരിക്കാം. വേണ്ട, എനിക്ക് അവിടെ പോണം. എനിക്ക് നടക്ക്. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണം. വേണ്ട മോളെ, ഇപ്പൊ ഇറങ്ങണ്ട. ഇല്ല, എനിക്ക് ഇറങ്ങണം. ഇപ്പൊ ഇറങ്ങണ്ട മോളെ. മോളെ സൂക്ഷിച്ച്. വെള്ളത്തിൽ നിന്ന് ഇങ്ങോട്ട് കയറ്.
ദിയമോളെ ദീമോളെ ദിയമോളെ ദീമോളെ മോളെ മോളെ ദിയമോളെ മോളെ ദിയമോളെ ദീമോളെ